അല്ല, ഈ ഭാരതാംബയോടുള്ള എതിർപ്പ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണ്. കാരണം ഭാരതാംബയെയും കാവിക്കൊടിയെയും എതിർത്താൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിഭാഗം ആളുകളുടെ വോട്ട് മുഴുവൻ പെട്ടിയിലാക്കാം എന്നുള്ള വ്യാമോഹമാണ് LDF മന്ത്രിമാർക്കും CPM നേതാക്കൾക്കും ഇപ്പോഴുള്ളത്. ഭാരതാംബയും കാവിക്കൊടിയും ഈ നാടിന്റെ ആത്മാവിന്റെ പ്രതീകമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതാംബ സങ്കല്പമുണ്ട് ഈ രാജ്യത്ത്. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ രാജ്യം അതിന്റെ അടയാളമായി കാവിക്കൊടിയാണ് ഉയർത്തുന്നത്. കാവിക്കൊടിയും ഭാരതാംബയും രാജ്ഭവനിൽ വെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരധികാരവും സംസ്ഥാന ഗവൺമെന്റിനോ ഇവിടുത്തെ മന്ത്രിമാർക്കോ ഇല്ല. യോഗയുടെ കാര്യം പറഞ്ഞതുപോലെ യോഗാ ദിനം 2014 ആരംഭിച്ചപ്പോൾ ഈ മന്ത്രിമാരെല്ലാവരും, മുഖ്യമന്ത്രി അടക്കം, ഇത് പഴഞ്ചനാണ്, അപരിഷ്കൃതമാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞ് കളിയാക്കിയതായിരുന്നു. അപ്പോൾ യോഗയെ അവർ അംഗീകരിച്ചു. 2-3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ക്ലിഫ് ഹൗസിലും, രാജ്ഭവനിൽ മാത്രമല്ല നമ്മുടെ ക്ലിഫ് ഹൗസിലും ഭാരതാംബയും കാവിക്കൊടിയും ഉയർന്നു നിൽക്കും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളവും ഈ ദേശീയ ഗംഗാ പ്രവാഹത്തോടൊപ്പം നീങ്ങുകയാണ്. അതാണ് ഇത് നൽകുന്ന സൂചന. ഒരു തരത്തിലും മന്ത്രിമാരുടെ ഈ നിലപാട് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമുള്ളതാണ്. താമരവൽക്കരണം താമരയാണല്ലോ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ എവിടെയുള്ളത്. നിങ്ങൾ ഈ അരിവാളും ചുറ്റികയും മറ്റേ ബോംബും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം. ഈ നാടിന്റെ ദേശീയതയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഈ കൊലപാതകങ്ങളുടെ ചിഹ്നങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക്, ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നവർ, 52 വെട്ടുവെട്ടുന്നവർ, അവർക്കൊന്നും ഇത് സഹിക്കില്ല. നമ്മളെ നാട് ഇങ്ങനെയാണ്. ഇത് ചൈനയല്ല, കമ്മ്യൂണിസ്റ്റായ കിഴക്കൻ യൂറോപ്പല്ല, ഇന്ത്യയാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ പ്രതീകം അങ്ങനെയാണ്. BJPയുടെ അവസ്ഥയല്ല, കാരണം കേരളത്തിന്റെ അവസ്ഥയാണ്. ഇതിപ്പോ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾക്ക് കറക്റ്റ് 2 വർഷം പൂർത്തിയാക്കുക, ആജീവനാന്ത പെൻഷൻ കൊടുക്കുക. ജനങ്ങൾ പെൻഷൻ കിട്ടാതെ, കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പാർശ്വവർത്തികൾക്കും ആശ്രിതവത്സരന്മാരും കൊടുക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ സമീപനം പെൻഷൻ കാര്യത്തിലടക്കം ഇപ്പോൾ ലേറ്റസ്റ്റ് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും. അല്ല, അത്തരം കാര്യങ്ങൾ പറയേണ്ടത് അധ്യക്ഷനാണ്. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് എല്ലാ ചോദ്യം, ഞാനിപ്പോൾ 2 മാസമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് അല്ല. അധ്യക്ഷനോട് ചോദിക്കേണ്ട കാര്യം അധ്യക്ഷനോട് ചോദിക്കണം, എന്നോട് RSSന് ഭാരതാംബ ഇല്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, RSSന് മാത്രമായിട്ട് എന്ത് ഭാരതാംബ, RSSന് മാത്രമായിട്ട് എന്ത് കാവിക്കൊടി? നിങ്ങളിപ്പോൾ ഈ ശബരിമലക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, ബംഗാൾ, ഇവിടുന്നൊക്കെ വരുന്ന വണ്ടികൾ കാവിക്കൊടി കെട്ടിയിട്ടാണ്. അത് RSSന്റെ ആണോ? അപ്പോൾ എന്താ, കാവിക്കൊടി ഈ രാജ്യത്തിന്റെ പ്രതീകമാണ്. ഈ കാവിയോടുള്ള അലർജി പച്ചയെ കൂടുതൽ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് സത്യം. അല്ലാതെ കാവിയോടുള്ള അലർജി ഇങ്ങനെയാണെങ്കിൽ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ മുസ്ലിം വർഗീയതയെ കൂടുതലായിട്ട് കെട്ടിപ്പുണരാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിലാണ് കേരളത്തിലെ മുന്നണികൾ. അതാണ് കാവിയോടുള്ള അലർജി. ആൺസുഹൃത്തിനോട് സംസാരിച്ചു എന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടി വിചാരണ ചെയ്യാൻ SDPI പ്രവർത്തകർ മുതിർന്നതും അതേ തുടർന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നടപടി ശക്തമല്ല. ഇത് വല്ല ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ആയിരുന്നെങ്കിൽ നിങ്ങളിവിടെ LDFും UDFും എന്തെല്ലാം ബഹളം വയ്ക്കുമായിരുന്നു. കണ്ണൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഇത് വ്യാപകമാണ്. PFI കേന്ദ്രങ്ങളിൽ ആ PFIക്കാരെ കൂട്ടിയിട്ടല്ലേ ഇപ്പോൾ ഈ 2 കൂട്ടരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. PFI ഭീകരത നിരോധനത്തിന് ശേഷവും കേരളത്തിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണത്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല. കുട്ടിയുടെ ഉമ്മയടക്കം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർ ബന്ധുക്കളാണ്, അത് അവർ പ്രതികളല്ല എന്നുള്ളൊരു. അതെ, ഞാൻ പറഞ്ഞല്ലോ, ബന്ധുക്കളെ ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റുമോ? ഒരാൾ വാഹനത്തിന് റോഡ് സൈഡിൽ നിന്ന് വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ, പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി പിന്നെ ഒത്തുതീർപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ ഇത്? സദാചാര പോലീസ് മാത്രമല്ല, സദാചാര കോടതി. ഇതാണ് താലിബാൻ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. താലിബാൻ വൽക്കരണത്തിന്റെ മൂർത്തരൂപമാണിത്. ഇതിനെതിരെ ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല. പിണറായിലല്ലേ സ്ഥലം? അദ്ദേഹത്തിന്റെ നാട്ടിലല്ലേ? മുഖ്യമന്ത്രിയുടെ അടുത്താണ്.
ലാൽസലാം. BJP-യിൽ ഒരു വിഭാഗീയതയില്ല. നിങ്ങൾ കുറെ കുളം കലക്കി നോക്കി, ഒന്നും നടന്നില്ല. ഇപ്പൊ വീണ്ടും ഒരു വിഭാഗീയതയില്ല. പിന്നെന്താ, എപ്പോഴും ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ഈ എഴുതി നിങ്ങളെ കുന്തം തേഞ്ഞു പോയി എന്നല്ലാതെ ഞങ്ങൾക്ക് എന്ത് പറ്റി?